today we will discuss some remark. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു എന്താ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള നമ്മൾ ബേസിക്കായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാ ഫംഗ്ഷൻ്റെയും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷനെ പല രീതിയിലേക്ക് മാറ്റും. എന്ന് വെച്ചാൽ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് നമ്മൾ പല ഫോമിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിനായിട്ട് ബേസിക് ആയിട്ടുള്ള റിസൾട്ടുകൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. We have seen that for any function f of t, L of f of t is a rational algebraic function. Hence, to find the inverse transform, we first express the given function of s into partial fractions, which will then be recognizable as one of the standard results. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് ടി, ഏതൊരു എഫ് ഓഫ് ടി എടുത്താലും അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ റാഷണൽ ആൽജിബ്രൈക് ഫംഗ്ഷനായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു സൈൻ എയ്റ്റിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നോക്കിയാൽ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ അതൊക്കെ റാഷണൽ ഫംഗ്ഷൻസ്, റാഷണൽ ആൽജിബ്രൈക് ഫംഗ്ഷൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻസിൻ്റെയൊക്കെ ഇൻവേഴ്സ്, അപ്പോൾ അധികവും ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് അങ്ങനത്തെ ഫംഗ്ഷൻസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് റിസൾട്ട് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഇത്തിരി കൂടെ വലിയ ഫംഗ്ഷൻസ് ആണെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആ ഫംഗ്ഷനെ എസിൻ്റെ ഫോമിലായിരിക്കും ഫംഗ്ഷൻ, അതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആയിട്ട് നമ്മൾ മാറ്റി എഴുതും. എന്നിട്ട് ഏതെങ്കിലും സ്റ്റാൻഡേർഡ് റിസൾട്ടിലുള്ള ഒരു ഫോമിലേക്ക് ആക്കി എഴുതും. മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് നമുക്കറിയാവുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ടിൻ്റെ ഫോമിലേക്ക് ആക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഡിനോമിനേറ്റർ വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്ററെയാണ് നമ്മൾ ഫസ്റ്റ് ഫാക്ടറൈസ് ചെയ്യുക. ഡിനോമിനേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യും, റിയൽ ഫാക്ടേഴ്സ് ആയിട്ട് ചെയ്യും. അപ്പോൾ അത് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ടു റിസോൾവ് എ ഗിവൺ ഫ്രാക്ഷൻ ഇൻറ്റു പാർഷ്യൽ ഫ്രാക്ഷൻസ്, വി ഫസ്റ്റ് ഫാക്ടറൈസ് ദ ഡിനോമിനേറ്റർ ഇൻറ്റു റിയൽ ഫാക്ടേഴ്സ്. ഡിനോമിനേറ്റർ അതിൽ തന്നിട്ടുള്ള ഫംഗ്ഷനെ നമ്മളത് എന്ത് ചെയ്യും, റിയൽ ഫാക്ടേഴ്സ് ആയിട്ട് ഫാക്ടറൈസ് ചെയ്യും. അപ്പോൾ അത് ചിലപ്പോൾ ലീനിയർ ഫംഗ്ഷൻ ആവാം, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആവാം. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡിഗ്രി 1 ആയിട്ടുള്ള ഫംഗ്ഷൻ. ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാൽ പവർ എക്സിൻ്റെ പവർ 2 ആയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഫാക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ടും വരാം. ഇപ്പോൾ നമ്മൾ ഈ ഫാക്ടർ ആയിട്ട് ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യുന്നതിൽ ഇപ്പോൾ ഒന്നെങ്കിൽ ലീനിയർ ആയിട്ട് വരാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ആയിട്ട് വരാം, അല്ലെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് റിപ്പീറ്റ് ആയിട്ട് വരാം. We know from algebra a proper fraction can be resolved into a sum of partial fractions such that ഫസ്റ്റ് ഓരോ സ്റ്റെപ്പാണ് പറയുന്നത്. ഫസ്റ്റ് ഇങ്ങനെയാണ് നമ്മുടെ ഡിനോമിനേറ്റർ എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്. To a non-repeated real factor s minus a. To a non-repeated real factor s minus a in the denominator. അപ്പോൾ എസ് മൈനസ് എ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിനോമിനേറ്ററിലുള്ളത്. റിപ്പീറ്റ് ചെയ്യാത്ത ഒരു എസ് മൈനസ് എ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോം ഇതാണ്. കറസ്പോണ്ട്സ് എ പാർഷ്യൽ ഫ്രാക്ഷൻ ഓഫ് ദ ഫോം എ ബൈ എസ് മൈനസ് എ. അപ്പോൾ നമ്മളതിന് എ ബൈ എസ് മൈനസ് എ എന്ന് എഴുതും. എന്നിട്ട് ആ എ എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കും. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി പറയാം. സെക്കൻഡ് വൺ ഇതാണ്. ടു എ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടർ എസ് മൈനസ് എ ഓൾ പവർ ആർ ഇൻ ദ ഡിനോമിനേറ്റർ corresponds the sum of r partial fractions of the form a1 by s minus a plus a2 by s minus a all square plus a3 by s minus a all cube plus etc plus ar by s minus a all power r. അപ്പോൾ നമ്മുടെ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടർ ആയിട്ടാണ് നമ്മുടെ ഡിനോമിനേറ്റർ ഉള്ളതെങ്കിൽ, എന്ന് വെച്ചാൽ എസ് മൈനസ് എ ഓൾ പവർ ആർ എന്ന ഫോമിലാണ് നമ്മുടെ ഡിനോമിനേറ്റർ ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ പാർഷ്യൽ ഫ്രാക്ഷനായിട്ട് ഇങ്ങനെ മാറ്റി എഴുതും. എന്ന് വെച്ചാൽ a1 by s minus a
plus a2 by s minus a whole square plus a3 by s minus a whole cube plus etc. plus ar by s minus a whole power r. അപ്പോൾ ഈ ഫോമിലേക്ക് മാറ്റി എഴുതും. എന്നിട്ട് a1 a2 a3 എക്സെട്ര ar വരെ നമ്മൾ ഫൈൻഡ് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ ഇൻവേഴ്സ് എടുക്കുക. ഇനി അടുത്തത് തേർഡ് വൺ എന്ന് പറയുന്നത് to a non-repeated quadratic factor s square plus as plus b in the denominator corresponds a partial fraction of the form as plus b by s square plus as plus b. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് അല്ലാത്ത ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഫാക്ടർ ആണെങ്കിൽ എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി അതെന്ന് പറയുന്നതാണ് ക്വാഡ്രാറ്റിക് ഫാക്ടറിൻ്റെ ജനറൽ ഫോം അല്ലേ. അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമ്മുടെ ഡിനോമിനേറ്റർ എങ്കിൽ നമ്മൾ അതിനെ പാർഷ്യൽ ഫ്രാക്ഷനായിട്ട് മാറ്റി എഴുതുന്നത് എങ്ങനെയാണ്, എ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡിനോമിനേറ്ററാണ്, ക്വാഡ്രാറ്റിക് ഫാക്ടറൽ ആയിട്ടുള്ള ഡിനോമിനേറ്ററാണ് എങ്കിൽ ഇവിടെ ന്യൂമറേറ്ററിൽ എന്ത് വരും, എ എസ് പ്ലസ് ബി വരും. എന്നിട്ട് ആ എയും ബിയും കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. ലാസ്റ്റ് വൺ, അടുത്ത ഫോർത്ത് വൺ, ടു എ റിപ്പീറ്റഡ് ക്വാഡ്രാറ്റിക് ഫാക്ടർ എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി ഓൾ പവർ ആർ ഇൻ ദ ഡിനോമിനേറ്റർ corresponds the sum of r partial fractions of the form a1s plus b1 divided by s square plus as plus b plus a2s plus b2 divided by s square plus as plus b all square plus etc. plus ars plus br divided by s square plus as plus b all power r. അപ്പോൾ നമ്മൾ ലീനിയർ ഫാക്ടറിൻ്റെ അതേ കേസിൽ റിപ്പീറ്റഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൽ സിംഗിളായിട്ട് റിപ്പീറ്റഡ് അല്ലാത്ത നോൺ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫാക്ടർ വരുമ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫാക്ടർ വരുമ്പോഴും തമ്മിലുള്ള ചേഞ്ച് നല്ലപോലെ നോക്കുക. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ ഈ ഒരു ഫോമിലാണ്, ക്വാഡ്രാറ്റിക് ഫാക്ടറിൻ്റെ പവറിൻ്റെ ഫോമിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെ റീപ്ലേസ് ചെയ്തിട്ട് ആ കോൺസ്റ്റൻറ്റ് a1 b1 a2 b2 ar br എക്സെട്ര ar br വരെയുള്ളത് കണ്ടുപിടിക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. നമുക്ക് ഈ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതിൻ്റെ 2-3 മോഡൽ, എല്ലാ മോഡലിലും ഓരോ പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ഓഫ് ദ ഫോളോവിങ് ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ 3s plus 7 divided by s square minus 2s minus 3. Second one 5s square minus 15s minus 11 divided by s plus 1 into s minus 2 whole cube. Third one 3s plus 1 by s minus 1 into s square plus 1. അപ്പോൾ നമുക്ക് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി പ്ലസ് ടുവിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് ഇവിടെ ജസ്റ്റ് എളുപ്പത്തിൽ കിട്ടുന്ന രീതിയിൽ ഞാനിവിടെ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ ഡിനോമിനേറ്ററാണ് നോക്കുന്നത്. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എസ് സ്ക്വയർ മൈനസ് 2s മൈനസ് 3 ആണ്. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണോ? ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ്, പക്ഷേ ഇതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് ലീനിയർ ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ ലീനിയർ ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റായിട്ട് തന്നെ എഴുതാം. കാരണം ഇതിനെ നമുക്ക് ഒരു എസ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ. എസ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1 ഇതൊന്ന് ചെയ്ത് നോക്കി. -3 പിന്നെ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ -2. അപ്പോൾ നമ്മൾ എസ് സ്ക്വയർ മൈനസ് 2s മൈനസ് 3നെ നമ്മൾ എസ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1 നമ്മൾ എഴുതി. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആയിട്ടല്ല ഇപ്പോൾ ഇരിക്കുന്നത്, രണ്ട് ലീനിയർ ഫാക്ടറിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇത്. അപ്പോൾ നമുക്കതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. ഏത് ഫോമിലേക്കാണ് മാറ്റി എഴുതുക, നമ്മൾ ഒരു ഫംഗ്ഷൻ ആണെങ്കിലുള്ള കേസേ നമ്മൾ ജനറലായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്കതിനിങ്ങനെ എഴുതാം. ഇപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. രണ്ടും സെയിം ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടറിൻ്റെ കേസ് എടുക്കണമായിരുന്നു. ഇത് രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക, ഓരോന്നും ഇങ്ങനെ വെവ്വേറെ ആയിട്ട് എടുക്കാം. a by s minus 3 പ്ലസ് b by
എസ് പ്ലസ് വൺ. രണ്ട് ഫാക്ടറും വേറെ വേറെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യുക, ഈ എ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ എയും ബിയും കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യാനായിട്ട് ഡിനോമിനേറ്റർ രണ്ടും സെയിമാണ്. കാരണം എസ് മൈനസ് ത്രീ ഇൻറ്റു എസ് പ്ലസ് വൺ ആണ് താഴെ വരിക. അതെന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ മൈനസ് ടു എസ് പ്ലസ് ത്രീ ആണ്, ടു എസ് മൈനസ് ത്രീ ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ രണ്ടിടത്തും സെയിം ആണ്. നമ്മൾ ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യുക, അല്ലാതെ ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ 3s പ്ലസ് 7 ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a ഇൻറ്റു എസ് പ്ലസ് വൺ പ്ലസ് ബി ഇൻറ്റു എസ് മൈനസ് ത്രീ. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് ഞാൻ കട്ട് ചെയ്യും. അപ്പോൾ ഡിനോമിനേറ്റർ വെച്ചിട്ട് നമുക്ക് എഴുതാം 2s മൈനസ് ത്രീ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എസ് സ്ക്വയർ മൈനസ് 2s മൈനസ് ത്രീ. അപ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കി. അപ്പോൾ ഇതിപ്പോൾ ഒരു 2-3 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ നമുക്കിവിടെ ടോട്ടൽ എസ് മൈനസ് ത്രീ ഇൻറ്റു എസ് പ്ലസ് വൺ ആണുള്ളത്. അപ്പോൾ ഇവിടെ എസ് മൈനസ് ത്രീ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇല്ലാത്തത് ഏതാണ്, എസ് പ്ലസ് വൺ ആണ് അല്ലേ. ഈ ഫാക്ടറിൽ ഇല്ലാത്തത് എസ് പ്ലസ് വൺ ആണ്, അതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ 2-3 ഉണ്ടെങ്കിൽ എസ് പ്ലസ് വണ്ണും ഒരു വേണം ഇവിടെ ഒരു എസ് മൈനസ് വണ്ണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഇല്ലാത്ത ഏതാ, എസ് മൈനസ് ത്രീ, അതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ എളുപ്പത്തിന് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഈ എയും ബി ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തിട്ട് എയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീനിയർ ഫാക്ടേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എസിൻ്റെ കോഎഫിഷ്യൻ്റ്, എസ് എന്ന് പറയുന്ന അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെയും ഇക്വേറ്റ് ചെയ്യുക. അതുപോലെ കോൺസ്റ്റൻറ്റ് ടൈംസ് ഇവിടെ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടും. അതാണ് ഡയറക്റ്റ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീനിയർ ഫാക്ടേഴ്സ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഞാൻ ആദ്യം എസിന് 3 കൊടുക്കുകയാണെങ്കിൽ ഈ ടൈം 0 ആയി പോകും അല്ലേ. അപ്പോൾ എസിന് 3 കൊടുക്കുക. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. അപ്പോൾ s equal to 3 in equation 1. s equal to 3 in equation 1 we get 3 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 3 into 3 9, 9 plus 7 16. we get 16 equal to a into s 3 ആണ്. അപ്പോൾ 3 plus 1 എന്ന് പറയുമ്പോൾ 4. ഇവിടെ s 3 ആയതുകൊണ്ട് ഈ ടൈം 0 ആയിപ്പോയി. അപ്പോൾ 4a equal to 16 എന്ന് കിട്ടി. which implies a equal to 16 by 4. എത്രയാ, 4. അപ്പോൾ എളുപ്പത്തിൽ എയുടെ വാല്യൂ കിട്ടി. ഇനി അടുത്തത് എസിന് ഇവിടെ ഏത് കൊടുത്താലാണ് ഈ ടൈം 0 ആയാൽ പോവുക, എസിന് -1 കൊടുക്കും. put s equal to -1 in equation 1 we get 3 into -1 എന്ന് പറയുമ്പോൾ -3 plus 7 എന്ന് പറയുമ്പോൾ 4 equal to ഇവിടെ 0 ആയിപ്പോയി, -1 കൊടുക്കുമ്പോൾ -4b, which implies b equal to 4 by -4. ഇത്ര കിട്ടും, -1. അപ്പോൾ എയും ബിയും ഇത്ര എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുക. ഇതിപ്പോൾ എസിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എത്രയാണ്, 3 ആണ്. അപ്പോൾ 3 ഈക്വൽ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എസ് വി ഗെറ്റ് 3 ഈക്വൽ ടു, ഇവിടെ എസിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതൊക്കെ ഉണ്ടാവും, എ ഉണ്ടാവും, ബി ഉണ്ടാവും. അപ്പോൾ എ പ്ലസ് ബി, 3 ഈക്വൽ ടു എ പ്ലസ് ബി കിട്ടും. ഇനി ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റൻറ്റ് ടൈംസ്. അപ്പോൾ നമുക്ക് 7 ഈക്വൽ ടു ഇവിടെ എ ഇൻറ്റു 1 അതൊരു കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ -3b. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുക, എയും ബിയും കണ്ടുപിടിക്കുക. സോൾവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എ ക്യാൻസലായി പോകും, ബീൻ്റെ ടൈമിൽ ഒരു ഇക്വേഷൻ കിട്ടും. ആ ബി ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എയിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഡയറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞ മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് വരുന്ന കേസിൽ അപ്പോൾ എ എന്ന് പറയുന്നത് 4 ഉം ബി എന്ന് പറയുന്നത് -1 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക്
ഈ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്ത് എഴുതാം അല്ലേ. അപ്പോൾ ദാർഫോർ ഞാൻ ഈ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത്ര എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ദാർഫോർ ഈ എക്കും ബിക്കും പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3s + 7/s² - 2s - 3 = 4/s - 3. ഇവിടെ -1 ആയതുകൊണ്ട് ഞാൻ ഇവിടെ മൈനസ് ഇട്ടു, -1. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ആൻസർ കിട്ടും. ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ 4s + 1 - s - 3 എന്ന് പറയുന്നത് 3s + 7 ആയിരിക്കും. നിങ്ങൾക്ക് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്താൽ മതി വേണമെങ്കിൽ. ഇനി എന്ത് ചെയ്യുക, ഇൻവേഴ്സ് കാണും. ഇപ്പോൾ നമുക്ക് ഈ ഫോമിലുള്ള ഫംഗ്ഷൻ്റെ ഒക്കെ ഇൻവേഴ്സ് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി ഇൻവേഴ്സ് കാണുക. ഇൻവേഴ്സ് ഓഫ് 3s + 7 / s² - 2s - 3 = L inverse of 4/s - 3 - 1/s + 1 which is equal to നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ L inverse of 4/s - 3 minus L inverse of 1/s + 1 കിട്ടും. അപ്പോൾ 4/s - 3 4 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്ത് വരും, 4 × L inverse of 1/s - 3 1/s - 3 1/s - ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ, e⁻at ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, e⁻a എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ e⁻3t മൈനസ് 1/s + a എന്ന് പറഞ്ഞ ഫോമിലാണ്. അപ്പോൾ എന്ത് വരും, e⁻, ഇവിടെ a എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ t e⁻t 4 × e⁻3t മൈനസ് e⁻t. ഇതാണ് നമ്മുടെ ഈ വലിയ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വണ്ണും കൂടെ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ഫംഗ്ഷൻ. എന്താണ്, 5s² - 15s - 11 / s + 1 × s - 2 all cube. അപ്പോൾ ഇത് എല്ലാം ലീനിയർ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ്. ഇവിടെ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടറും വരുന്നുണ്ട്, നോൺ റിപ്പീറ്റഡും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം, ആദ്യം നോൺ റിപ്പീറ്റഡ് ആയിട്ടുള്ളത് എഴുതി, പ്ലസ് ഇവിടെ റിപ്പീറ്റഡ് ഉണ്ട്. അപ്പോൾ എന്ത് വരും, b/s - 2 പ്ലസ് c/s - 2 സ്ക്വയർ പ്ലസ് d/s - 2 ഓൾ ക്യൂബ്. അപ്പോൾ ഇങ്ങനെ 4 കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 4 കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ ഡയറക്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നതിലും ചില വാല്യൂസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എസ്സിന് ഇവിടെ -1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും എസ്സിന് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ചില ഇക്വേഷൻസൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യാം, നമ്മൾ ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ s + 1 × s - 2 ഹോൾ ക്യൂബ്. s + 1 × s - 2 ഹോൾ ക്യൂബ് കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഡിനോമിനേറ്റർ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിലും എളുപ്പമാണ്. ഈ s + 1 × s - 2 ഹോൾ ക്യൂബ് കൊണ്ട് എന്ത് ചെയ്യുക, ഈ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a × s + 1 × s - 2 ഹോൾ ക്യൂബ് ചെയ്യുമ്പോൾ s + 1 s + 1 ക്യാൻസലായി പോയി. ബാക്കി എന്താ ഉള്ളത്, നമുക്കിവിടെ എന്ത് കിട്ടും, 5s² - 15s - 11. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് ക്യാൻസലായിപ്പോയി. പിന്നെ ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ s + 1 s + 1 ക്യാൻസലായിപ്പോയി. ബാക്കി എന്താ ഉണ്ടാവുക, a × s - 2 ഹോൾ ക്യൂബ് ഉണ്ടാവും. ഇവിടെ ഒരു s - 2 പോവും, s + 1 × s - 2 ഹോൾ ക്യൂബ് കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു s + 1 അവിടെ ബാക്കിയുണ്ട്, പിന്നെ ഒരെണ്ണം പോവും, ഇവിടെ 2 ഉണ്ടാവും, പ്ലസ് c × ഇവിടെ s - 2 ഹോൾ സ്ക്വയർ പോവും, ബാക്കി s + 1 ഉണ്ട്, ഒരു s - 2 ഉണ്ട്. ഇവിടെയാണെങ്കിൽ s - 2 ഹോൾ ക്യൂബ് പോവും, ഒരു s + 1 മാത്രമേ ഉണ്ടാവും
അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടാവും. മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഓൾ ക്യൂബ് വി ഗെറ്റ് ദിസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ 1ൽ ആദ്യം എന്ത് ചെയ്യുക, എസ്സിന് -1 ഇട്ട് കൊടുക്കുക. ഇനി ഇക്വേഷൻ 1 പുട്ടിങ് എസ് ഈക്വൽ ടു -1 വി ഗെറ്റ് എസ് -1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ -5 -15 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ +15 -11 വിച്ച് ഈസ് ഈക്വൽ ടു -1 ആണ് കൊടുക്കുന്നത്. അപ്പോൾ -1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, -3 ഓൾ ക്യൂബ്. -3ൻ്റെ ഓൾ ക്യൂബ് എന്ന് പറയുമ്പോൾ -27a. ഇവിടെയൊക്കെ -1 കൊടുത്താൽ 0 ആയിപ്പോയി. അപ്പോൾ -27a എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും. വിച്ച് ഇംപ്ലൈസ് 15 - 5 എന്ന് പറയുമ്പോൾ 10 കിട്ടും. 10 - 11 എന്ന് പറയുമ്പോൾ -1 ഈക്വൽ ടു -27a. അല്ലേ? ഓ, ഇവിടെ എസ് സ്ക്വയർ ആണ് കേട്ടോ. എസ് സ്ക്വയർ ആകുമ്പോൾ ഇവിടെ നമുക്ക് +5 ആയിട്ട് അപ്പോൾ 20 കിട്ടും. 20 - 11 എന്ന് പറയുമ്പോൾ 9 ആയിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എ എന്ന് പറയുന്നത് എന്ത് കിട്ടും, 9/-27. അപ്പോൾ 3 കൊണ്ട് കട്ട് ചെയ്യാം, -1/3 എന്ന് കിട്ടും. എ എന്ന് പറയുന്നത് -1/3. എ ഈക്വൽ ടു -1/3 കിട്ടി. ഇനി അടുത്ത് നമ്മൾ ബി കണ്ടുപിടിക്കാനായിട്ട് പോകും. അപ്പോൾ ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ബി ഇപ്പോൾ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല, നമുക്ക് ഡി ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിനടുത്ത് നമുക്ക് എന്ത് വാല്യൂ ആണ്, ആകെ നമുക്ക് 2 -1 ഇവിടെ റൂട്ടായിട്ടുള്ളൂ. അപ്പോൾ അത് രണ്ട് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇക്വേഷൻ 1 പുട്ട് എസ് ഈക്വൽ ടു 2. എസ് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും, 5 ഇൻറ്റു വി ഗെറ്റ് 5 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 4 20 -15 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 30 -11 ഈക്വൽ ടു ഇവിടെ 2 കൊടുത്താൽ 0 ആയപ്പോൾ ഇവിടെ 0 ഇവിടെ 0, ലാസ്റ്റ് ഒരു ടേം മാത്രം ഉണ്ടാവും. അപ്പോൾ 2 + 1 3. അപ്പോൾ 3D ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. വിച്ച് എംപ്ലൈസ് ഇവിടെ 20 - 30 -10 -10 -11 -21 ഈക്വൽ ടു 3D. which implies D equal to -21/3 -7. അപ്പോൾ എയും ഡിയും കിട്ടി. ഇനി നമുക്ക് കിട്ടാനുള്ളത് ബിയും സിയും ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു നമ്പർ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. കാരണം ഇവിടെ നമുക്ക് റിപ്പീറ്റഡ് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. റിപ്പീറ്റഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള ഓരോ വാല്യൂസ് അങ്ങ് കൊടുത്താൽ മതിയായിരുന്നു, നമുക്ക് എല്ലാ കോൺസ്റ്റൻറ്റും കിട്ടിയേനെ. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഇപ്പോൾ എയും ഡിയും മാത്രം കിട്ടി. ഇനി ബാക്കിയുള്ളത് എന്ത് ചെയ്യണം, അല്ലാതെ കണ്ടുപിടിക്കണം. ബാക്കിയുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിതൊക്കെ ഓപ്പൺ ചെയ്യേണ്ടി വരും. ഈ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. S-2 ഹോൾ ക്യൂബ് കണ്ടുപിടിക്കണം, S-2 ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത്, ഇപ്പോൾ ഇതിൽ നമുക്ക് ഹോൾ ക്യൂബ് കാണുമ്പോൾ എസ് ക്യൂബ് ഉണ്ടാവും ഒരു ടേം, അതുപോലെ ഈ ലാസ്റ്റ് കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ ക്യൂബ് ഉണ്ടാവും ഒരു ടേം. ഇവിടെയാണെങ്കിലോ ഇവിടെ സ്ക്വയറിൻ്റെ ഈ ഫസ്റ്റിൻ്റെ എസ് സ്ക്വയർ ഉണ്ടാവും, അതുപോലെ കോൺസ്റ്റൻറ്റിൻ്റെ ടേം ഉണ്ടാവും, അതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താലുള്ള ആ ടേം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഫസ്റ്റത്തെ ആ രണ്ട് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ അതിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ ഇക്വേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഏറ്റവും വലിയ പവർ വരുന്ന എസ് ക്യൂബാണ്. അപ്പോൾ എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻറ്റും അതുപോലെ കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ കോഎഫിഷ്യൻറ്റും, ഏറ്റവും വലിയ പവർ വരുന്നതിൻ്റെ കോഎഫിഷ്യൻറ്റും കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ കോഎഫിഷ്യൻറ്റും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ബാക്കി രണ്ട് കോൺസ്റ്റൻറ്റും കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കുക, അല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അടുത്ത എസ് സ്ക്വയറിൻ്റെ ചെയ്യുക, എസിൻ്റെ ചെയ്യുക, അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേഷൻ 1 വി ഗെറ്റ്, ഇവിടെ എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് 0 ആണ്. 0 ഈക്വൽ ടു ഇവിടെ എസ് ക്യൂബിൻ്റെ ഒരു കോഎഫിഷ്യൻ്റ് എ ഉണ്ട്, ഇവിടെ ഒരു എസ് ക്യൂബ് ഉണ്ടാവുമല്ലോ, എസ് ഇൻറ്റു എസ് സ്ക്വയർ വരും അല്ലേ. ഇപ്പം ബി ഉണ്ട്,
വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ എസ് സ്ക്വയറേ വരുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, കാരണം ഇവിടെ വേറെ ഒരു കോൺസ്റ്റൻ്റ് ഒന്നും ഇതിൻ്റെ കൂട്ടത്തിൽ മൾട്ടിപ്ലൈ ഇല്ല. ഇവിടെ എസ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, ഇവിടെ എസ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് ക്യൂബ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ ബി ഈക്വൽ ടു മൈനസ് എ എന്ന് കിട്ടി. നമുക്ക് എ എന്താണെന്ന് അറിയാലോ, -1/3 ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് 1/3 കിട്ടും. അപ്പോൾ നമുക്ക് ബി കിട്ടി, എളുപ്പത്തിൽ ബി കിട്ടി. ഇനി ഇതുപോലെ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ടൈം, ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റൻ്റ് ടൈം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേഷൻ 1 വി ഗെറ്റ് കോൺസ്റ്റൻ്റ് ടൈം. ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ കോൺസ്റ്റൻ്റ് ടൈം -11 ഈക്വൽ ടു -2 ക്യൂബ്, അപ്പം -8 എ. പിന്നെ ഇവിടെ എന്തുണ്ട്? -2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 കിട്ടും. 4 × 1 4b, 4b. ഇവിടെ -2 × 1 -2c, ഇവിടെ d. ഇത് മാത്രം ഇങ്ങനെ നമുക്ക് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാതെ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാവുന്ന വാല്യൂസൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എയുടെ വാല്യൂ അറിയാം. എയുടെ വാല്യൂ എത്രയാണ്? -1/3 ആണ്. എയുടെ വാല്യൂ -1/3 കൊടുക്കുമ്പോൾ ഇവിടെ 8/3 കിട്ടും. ബിയുടെ വാല്യൂ 1/3 ആണ്, അപ്പോൾ ഇവിടെ 4/3 കിട്ടും. സിയുടെ വാല്യൂ ആണ് നമുക്ക് അറിയാത്ത. ഡീൻ്റെ വാല്യൂ എന്തായിരുന്നു? -7 ആണ്, -7. ഇനി നമ്മളതൊന്ന് കണ്ടുപിടിക്കാം. അതിൽ നിന്ന് സീൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 + 4 12/3 വരും. 12/3 എന്ന് പറയുമ്പോൾ 4 വരും. 4 - 7 എന്ന് പറയുമ്പോൾ -3 വരും. അപ്പം -11, ആ -3നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ +3 ഈക്വൽ ടു -2c, വിച്ച് ഇംപ്ലൈസ് -11ഉം 3യും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? -8 ഈക്വൽ ടു -2c, വിച്ച് ഇംപ്ലൈസ് c ഈക്വൽ ടു -8/-2, വിച്ച് ഈസ് ഈക്വൽ ടു 4 കിട്ടും. അപ്പോൾ നമുക്ക് സിയും കിട്ടി. എ ബി സി ഡി 4 വാല്യൂസ് നമുക്കിപ്പോൾ കിട്ടി. അപ്പോൾ 2 ആ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്തത് പിന്നെ കോഎഫിഷ്യൻറ്റുകൾ ഇക്വേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത്. ഇനി എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore 5s² - 15s -11/s + 1 × s - 2 whole cube equal to എക്ക് ബിക്കും സിക്കും ഡിക്കും ഒക്കെ വാല്യൂ ഇട്ട് കൊടുക്കുക. എ എന്ന് പറയുന്നത് -1/3 ആണ്, ബി എന്ന് പറയുന്നത് 1/3 ആണ്, സി എന്ന് പറയുന്നത് 4 ആണ്, ഡി എന്ന് പറയുന്നത് -7 ആണ്. ഞാനിവിടെ മൈനസ് ഇട്ട് കൊടുത്തു, -7. ഇനി എൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? Therefore എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഈക്വൽ ടു, നിങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് എഴുതുക കേട്ടോ, ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ എഴുതുന്നതാണ് എൽ ഇൻവേഴ്സ്. പിന്നെ ഇതിൽ കോൺസ്റ്റൻ്റ് ഒക്കെ പുറത്തെടുത്തിട്ട് എഴുതാം. -1/3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s + 1 പ്ലസ് 1/3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s - 2 പ്ലസ് 4 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s - 2 ഹോൾ സ്ക്വയർ മൈനസ് 7 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s - 2 ഹോൾ ക്യൂബ്. പിന്നെ ഓരോന്നിൻ്റെ ഇൻവേഴ്സ് നമ്മൾ കാണും. ഓരോന്നിൻ്റെ ഇൻവേഴ്സ് കാണാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഫങ്ഷൻസിൻ്റെ ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ എന്ത് വരും? ഇവിടെ -1/3 ഇൻറ്റു 1/s + 1ൻ്റെ ഇൻവേഴ്സ് എന്താണ്? ഇവിടെ 1/s - a ഫോമിലാണ്. അപ്പോൾ e⁻t പ്ലസ് 1/3 ഇൻറ്റു ഇത് 1/s - a ഫോമിലാണ്. അപ്പോൾ e⁻80 ആണ് വരിക. അപ്പോൾ e⁻2t
പ്ലസ് 4 ഇൻറ്റു 1/s-2 ഹോൾ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് എന്ന് വരും. 1/s-a ഹോൾ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ്. നമ്മളവിടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യണം. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 1/s² ഇൻവേഴ്സ് നമുക്കറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/s² ഇൻവേഴ്സ് നമുക്കറിയാമെങ്കിൽ ഇവിടെ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 1/s² ഇൻവേഴ്സ് എന്താ? അപ്പോൾ ആദ്യം അത് എഴുതണ്ട. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും, ഇതൊരു f(s-a) ഫോമിലാണുള്ളത്. ഇത് എന്നുവെച്ചാൽ f(s-2) എന്ന് പറഞ്ഞ ഫോമിൽ. അപ്പോൾ f(s) എന്ന് പറയുന്നത് എന്ത് വരും, 1/s² വരും. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് e⁻⁴ 2t ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് f(s). f(s) എന്ന് പറയുന്നത് 1/s². ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി പ്ലസ് അല്ല മൈനസ് 7 ഇൻറ്റു ഇത് സെയിം അതുപോലെ ക്യൂബ് ഫോമിലാണുള്ളത്. എന്ത് ചെയ്യുക, e⁻2t ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1/s³ ബൈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. ബൈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമുക്കിങ്ങനെ കിട്ടി. ഇനി ആ ഫങ്ഷൻസിൻ്റെ ഇൻവേഴ്സും കൂടെ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്തപ്പോഴും നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യണം അല്ലേ, കാരണം 1/s+1 ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു a എന്ന് 1/f(s-) അല്ലെങ്കിൽ s+1 എന്ന് പറഞ്ഞ ഫോമിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ e⁻⁴ ഇൻറ്റു e⁻⁻t ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് അവിടെ 1/s വേണം, പ്ലസ് 1/3 ഇൻറ്റു e⁻2t ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1/s വേണം ഇവിടെ. അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടെ ഇവിടെ വേണമായിരുന്നു. ജസ്റ്റ് ഞാനത് മാറ്റി എഴുതാം. which is equal to -1/3 e⁻⁻t ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1/3 ഇൻറ്റു e⁻2t ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് അവിടെ രണ്ടിൻ്റെ പവർ 1 തന്നെ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അവിടെ നമുക്ക് എല്ലായിടത്തും നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോം വരിക. ഇനി എന്ത് ചെയ്യുക, s²ൻ്റെയും s³ ഒക്കെ എന്ത് ചെയ്യുക, ഇൻവേഴ്സ് കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതിയാണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, -1/3 ഇൻറ്റു e⁻⁻t ഇൻറ്റു 1/s-ൻ്റെ ഇൻവേഴ്സ് ശരിക്കും 1 തന്നെയാണ്, അപ്പോൾ അത്രയും തോന്നും, പ്ലസ് 1/3 ഇൻറ്റു e⁻2t. അവിടെ 1/s-ൻ്റെ ഇൻവേഴ്സ് 1 ആണ്, അതുകൊണ്ടാണ് നേരത്തെ അവിടെ ആഡ് ചെയ്യുന്നത്. പ്ലസ് 4 ഇൻറ്റു 1/s² ഇൻവേഴ്സ് എന്താ, t വരും, t ഇൻറ്റു e⁻2t മൈനസ് 7 1/s³ ഇൻവേഴ്സ് എന്താണ്, 1/s³ ഇൻവേഴ്സ് t² ഇൻറ്റു e⁻2t. അപ്പോൾ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ t²/2 ഫാക്ടോറിയലാണ്, 2 ഫാക്ടോറിയൽ 2 ആയതുകൊണ്ടാണ് t²/2 വന്നത്. നമ്മളിവിടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ കിട്ടുമോ, ഇല്ല. അപ്പോൾ അതിന് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൊന്ന് ചെയ്യാം.